കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നടക്കുന്നത് നാടകീയമായ നീക്കങ്ങൾ. ഇന്നലെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് DMK സർക്കാരിനെ, സ്റ്റാലിൻ സർക്കാരിനെ താഴെ ഇറക്കുന്നത് വരെ താൻ ചെരുപ്പ് ഉപയോഗിക്കില്ല എന്നാണ്. ഇതുപോലുള്ള ശബ്ദങ്ങൾ മുമ്പും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നാം കണ്ടതാണ്. നിയമസഭയിൽ ജയലളിത മർദ്ദനമേറ്റ് പിടഞ്ഞപ്പോൾ അന്ന് ജയലളിത എടുത്ത ശബ്ദം ഈ മുടിതാൻ കരുണാനിധിയെ താഴെ ഇറക്കിയതിനു ശേഷം മാത്രമേ കെട്ടുകയുള്ളൂ എന്നാണ്. പിന്നെ ഇപ്പോൾ ഇതാണ് അണ്ണാമലയുടെ ചെരുപ്പ് ഊരി താനിനി DMK താഴെ ഇറക്കുന്നത് വരെ ചെരുപ്പ് ധരിക്കില്ല എന്ന് പറഞ്ഞു. അത് തൊട്ട് പിന്നാലെ എത്തിയിരിക്കുന്നു മറ്റൊരു വലിയ പ്രതിഷേധം കൂടി. ഇന്ന് കോയമ്പത്തൂരിലുള്ള അണ്ണാമലയുടെ വസതിക്ക് മുമ്പിൽ BJP പ്രവർത്തകർ തടിച്ചുകൂടി അണ്ണാമലയെ ചാട്ടയ്ക്ക് അടിക്കുന്നു. അതായത് സ്വയം വേദനിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് പ്രതിഷേധം തുടങ്ങുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ ഒരു പെൺകുട്ടി അതിക്രൂരമായി തന്നെ പീഡിപ്പിക്കപ്പെട്ടിരുന്നു. അവിടെ CCTV ഉണ്ടായിരുന്നില്ല. ഇതുമാത്രവുമല്ല, ഈ പെൺകുട്ടിയുടെ പേരും ചിത്രവും ഒപ്പം തന്നെ മറ്റ് വ്യക്തിഗത വിവരങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങൾക്ക് പോലീസ് നൽകി. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അണ്ണാമലൈ സ്വയം ചാട്ടവാറിനടിച്ച് ഈ ഒരു പ്രതിഷേധത്തിന് തുടക്കം കുറിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ലജ്ജാകരമാണ്, ലോകത്ത് ഒരിടത്തും സംഭവിക്കാത്ത കാര്യമാണ്. FIR-ന്റെ കോപ്പി സോഷ്യൽ മീഡിയയിൽ അടക്കം കാണുന്നു. അതായത് കുത്തഴിഞ്ഞ ഒരു ഭരണമാണ് ഇപ്പോൾ DMK-യുടെ നടക്കുന്നതെന്നാണ്. ഇതിനെക്കുറിച്ച് DMK-യുടെ പ്രതികരണം: അണ്ണാമലൈ തമിഴ്നാട്ടിലില്ലാതിരുന്ന 3 മാസക്കാലം, അതായത് അണ്ണാമലൈ വിദേശത്ത് പഠിക്കാൻ പോയിരുന്നു. ആ കാലയളവ് തമിഴ്നാട് സമാധാനപരമായിരുന്നു. അണ്ണാമലൈ തിരിച്ചെത്തിയതോടെ സംഘർഷവും തുടങ്ങിയിരിക്കുന്നു എന്നാണ് തമിഴ്നാട്ടിലെ DMK-യുടെ നിയമമന്ത്രി രഘുപതി ആരോപിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് BJP തമിഴ്നാട്ടിൽ നടത്താനിരുന്ന പ്രതിഷേധ പ്രകടനങ്ങളെല്ലാം തന്നെ റദ്ദ് ചെയ്തിട്ടുണ്ട്. മൻമോഹൻ സിംഗിൻ്റെ ആ മരണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനാണ് ഈ പരിപാടികൾ റദ്ദ് ചെയ്തത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പ്രവർത്തകർ ഇപ്പോൾ കോയമ്പത്തൂർ വലിയ രീതിയിൽ തന്നെ തടിച്ചുകൂടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.